സനു വേഗം കൊണ്ടുവാ. എടോ തന്നോട് ഞാൻ പാഡ് പാക്കറ്റ് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, എന്തിനാ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് വന്നേ? എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ലേശം പോലെ അറപ്പ് തോന്നുന്നില്ലേ? എനിക്കെന്തിനാ അറപ്പ് തോന്നാ? എടോ താൻ എന്റെ പാർട്ട്ണർ അല്ലേ, അപ്പൊ തനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് എന്റെ കടമയാണ്. ദൈവമേ, ഇതേപോലുള്ള ഭർത്താവിനെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ ആവോ? വേറെ ആർക്കെങ്കിലും ഇതുപോലുള്ള ഭർത്താവ് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ ബാത്റൂമിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണം? അയ്യടാ, എന്നാലേ കുടിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ദോശ ഉണ്ടാക്കിയത്, നല്ല ചൂട് ചായ. തന്റെ പീരിയഡ് പ്ലാൻസ് ഒക്കെ ഒന്ന് മാറട്ടെ. ഓക്കെ മിസ്റ്റർ പാർട്ട്ണർ. സുമേ, കറി കരിയുന്ന മണം, ഒന്നിങ്ങോട്ട് വാടി. എവിടെ പോയി കിടക്കുക നീ? നീയോ? നീ എന്താടാ ഇവിടെ? അവളൊരു ഹെൽപ്പ് ചോദിച്ചപ്പോഴേ കരിഞ്ഞു പോയി മൊത്തം. എന്ത് ഹെൽപ്പാടാ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? നിന്റെ ജോലി സമ്പാദിച്ചു കൊണ്ടുവരിക, അച്ഛനെ അമ്മയെ നോക്കുക, പിന്നെ ഭാര്യ മക്കളെ. ഈ ശീലമൊക്കെ നീ എപ്പോ പഠിച്ചേടാ? നിന്നെ ഞാൻ അടുക്കള കാണിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞപ്പോ വന്ന മാറ്റവേ. സുമേ, നീ ഇവനെയാണ് അടുക്കള പണിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മ ആശ പൊട്ടി. എന്റെ അമ്മയുടെയും ചേട്ടന്റെയും തുണി എല്ലാം തറയിൽ വീണ് അഴുക്കായി. ഞാൻ അത് എടുക്കുകയായിരുന്നു. എന്റെ പൊന്നു സുമേ, നിനക്ക് ഇത്രയും കാലമായിട്ട് അടുക്കളയിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ അറിയില്ലേ? അമ്മയുടെ മോന്റെ അടുത്തേ ഞാൻ ആശയൊന്ന് കെട്ടിത്തരാം, ആ മഴ കഴിഞ്ഞപ്പോഴേ പറഞ്ഞതാ, ഇതുവരെ കെട്ടിത്തന്നിട്ടില്ല. അവന് നല്ല ജോലിയുണ്ട്, അതിന്റെ തിരക്കുകളും ഉണ്ട്. അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ വേണം മാനേജ് ചെയ്യാൻ, അല്ലാതെ തിരക്കുള്ള ഇവനെ എല്ലാം ബുദ്ധിമുട്ടിക്കേണ്ടത് കേട്ടാ. ഡാ, നീ പോയി നിന്റെ ജോലി നോക്ക് പോ. എടി, കറി കൊണ്ടുവാടി, എനിക്ക് വിശക്കുന്നു. അമ്മ കറി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ചേട്ടന് കൊണ്ടുപോകാൻ ചോറെടുക്കുന്നു. അമ്മയ്ക്ക് എന്നെ വന്നൊന്ന് സഹായിച്ചൂടെ? നേരത്തെ എണീക്കാത്തോണ്ടല്ലേ 7 മണിക്ക് എണീറ്റ് അടുക്കളയിൽ കയറും. പിന്നെ എങ്ങനാടി ജോലി തീരുന്നത്? അത് നേരത്തെ എണീക്കാൻ നോക്ക് നീ. സുമ, അമ്മ കിടന്ന് വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? ഏട്ടാ, കറി എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊണ്ടുകൊടുക്കുക. എന്നിട്ടാണ് ഞാൻ അടുക്കള കയറിയെന്ന് പറഞ്ഞ അമ്മ ഇനി അതിന് ചാട്. നീ കൊണ്ടുവന്നു കൊടുക്ക്. അതിന് മറുപടി തിരിച്ചു പറഞ്ഞ പോരെ? എന്റെ ഭാര്യ ഒറ്റയ്ക്ക് അടുക്കള നിൽക്കുന്നേ, ഞാൻ അവളെ ഒന്ന് സഹായിച്ചെന്ന്. എടി, നീ വരുന്നവരെ എന്റെ അമ്മയെ വീട് നോക്കിയത് ഒറ്റയ്ക്കൊക്കെ തന്നെയാണ് കേട്ടോ. അമ്മ പറയുന്നതിൽ എന്താ തെറ്റ്? ഈ 2 വിവരദോഷികളുടെ അടുത്തേക്കാണല്ലോ ദൈവമേ ഞാൻ വന്നത്. നീ ഇവിടെ നിന്ന് പുറകെ കറി എടുത്തോണ്ട് വാ. വരുമ്പോ എന്റെ ചോറും കൂടെ കൊണ്ടുവന്നു, എനിക്ക് ഇറങ്ങാൻ സമയം. നീ ഇരിക്കുന്നില്ലേ? ഞാൻ രാവിലെ കഴിച്ച കാലം മറന്നു. നാളെ എന്റെ സഹോദരന്റെ മോളും ഭർത്താവും വരും. ഒരാഴ്ചയെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കണേ നീ. ഈ കാര്യത്തിന് എന്താ അമ്മ കുഴപ്പം? അയ്യടി, ഇങ്ങനെ വെള്ളം കോരി കഴിച്ച കറിയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. എടി, ഞാനും എന്റെ മോനും അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെയാണോ മറ്റുള്ളവർക്കും കൊടുക്കണം? ഇതൊക്കെ എനിക്ക് വല്ലവർക്കും കൊടുക്കാൻ എനിക്ക് നാണക്കേടാ. എടാ, നീ വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോഴുണ്ടല്ലോ, ഒരു 10 കിലോ മുളക്, മല്ലി, മഞ്ഞൾ, കുറച്ച് കറി മസാല, ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണം. നീ അതെല്ലാം കഴുകി ഉണക്കി പൊടിക്കണം. പോകുമ്പോഴേ തിരിച്ചു കൊടുത്തു വിടാൻ അവർക്ക്. അമ്മ, ഞാനൊരു മനുഷ്യജീവിയാണ്, എനിക്ക് ഇത്രയും ജോലിയൊന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അണ്ണൻ വരുമ്പോ എപ്പോഴും ഞാൻ കൊടുത്തു വിടുന്നതല്ലേ. അപ്പൊ അണ്ണന്റെ മോളും ഭർത്താവും വന്നിട്ട് പോകുമ്പോ ഞാൻ കൊടുത്തു വിടണ്ടേ? ഇതൊക്കെ ഒരു പഴക്കമാണടി. അന്നൊക്കെ അമ്മയ്ക്ക് സഹായത്തിന് ആളും ഉണ്ടായിരുന്നല്ലോ. എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഇല്ലേ ആ ചേച്ചിയെ പറഞ്ഞു വിട്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവരും കൂടെ വന്നിട്ടേ നമുക്ക് ഒരുമിച്ച് ഉണക്കി പൊടിക്കാം. എടി, നിനക്ക് എപ്പോഴും ഈ ഹെൽപ്പ് വേണമെന്ന് പറയാൻ അറിയത്തുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു 10 വേലക്കാരി വെച്ചുതരാം. അയ്യോ, ഞാൻ ജോലിക്കാരും വേണമെന്നല്ല പറഞ്ഞത്, ഈ വീട്ടിലുള്ളവര് എന്നെ ഒന്ന് സഹായിച്ചാൽ മതിയായിരുന്നു. നീ വെറും മടിച്ചിയാണ്.
ഇനി പണ്ടത്തെ പെണ്ണുങ്ങളെ കാലടി നീ വെള്ളം കുടിക്കണം. അവരൊക്കെ ആരെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് എന്തെല്ലാം പണികളാണ് ചെയ്തിരുന്നതെന്ന് നിനക്ക് അറിയാമോ? എന്റെ അമ്മേ, എനിക്ക് ഒരു സഹായവും വേണ്ട, ഞാൻ ചെയ്തോളാം. ഉള്ളെന്നെ കളിയാക്കി കൊണ്ടുപോയതാണ്. എടി, ആ TV സ്റ്റാൻഡ് അടിയിലൊക്കെ ഇരിക്കുന്ന പൊടി തുടക്കലേ അങ്ങോട്ട്. എടി, അവക്ക് നല്ല അലർജി ഉള്ളവളാണ്. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ആദ്യമായിട്ട് വരണല്ലേ. വീടൊക്കെ വൃത്തിയായിട്ടില്ലെങ്കിലേ നാളെക്കേടാ. ഡേ, ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് തുടയ്ക്കണമായിരുന്നു. എന്റെ അടിയിലൊക്കെ നല്ല പൊടിയാണ്. എടുത്ത് പൊക്കി മാറ്റി വെച്ച് തുടക്കടി അങ്ങോട്ട്. അമ്മ, ഞാൻ ഓരോ ജോലിയായിട്ട് ചെയ്യല്ലേ, ചെയ്യാം. കാണുമ്പോ എനിക്ക് ദേഷ്യം വരെയാണ്. ഡി, അവിടെയൊക്കെ നല്ല വലയുണ്ട്. നിനക്ക് കണ്ണുകൊണ്ടുകൂടി അവിടെ വല ഇരിക്കുന്നത്. സുമ, നീ വയ്യാത്ത അമ്മയെ കൊണ്ട് ഈ വലയൊക്കെ അടുപ്പിക്കുന്ന എന്തിന്? അയ്യോ, അമ്മയെ കൊണ്ട് ചെയ്യിച്ചതല്ല, അനങ്ങാതിരുന്ന കൈയല്ലേ, അതൊന്ന് അനങ്ങിയപ്പോ ചെറുതായിട്ടൊന്ന് ഉളുക്കിയതാ. അമ്മയ്ക്ക് വന്നാൽ ഞാൻ മരുന്നിട്ട് തരാം. ഡി, നല്ലോണം തുടക്കി തറയൊക്കെ തിളങ്ങണം. കേറി വാ മോനെ. ഗൗരി കയറാ. ഇല്ല, സാധനം വേറെ. മോൻ ആദ്യം കേറ്. അയ്യോ അല്ല, ഗൗരി അല്ലേ ഗസ്റ്റ്, ഗൗരി ആദ്യം കയറട്ടെ. വാ, ഒരുമിച്ച് കയറാം. ചെന്ന് കയറി. മോളെ, ചക്കവട്ടില് നന്നായിട്ടില്ലേ? അമ്മ ഉണ്ടാക്കിയതാ, നന്നായിട്ടുണ്ടല്ലേ? അവരുടെ ചെരുപ്പെടുത്താത്തിട്ട്. അയ്യോ, അതെന്തിനാ? അയ്യോ, ഇവിടെ പട്ടിശല്യാ മോനെ, എല്ലാം കടിച്ചു കീറും. ഒരു മിനിറ്റ്, ഗൗരിയുടെ പുതിയ ചെരുപ്പാ, ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് വരാം. താങ്ക്സ്. ഇവനെന്താ നമ്മ ഇങ്ങനെ അവളുടെ ബാഗ് എടുത്തോണ്ടിരുന്ന ഇപ്പൊ ചെരുപ്പ് എടുക്കാൻ പോകും? ചിലപ്പോ പുറത്തൊക്കെ അങ്ങനെയായിരിക്കും മോനെ. ആണുങ്ങളുടെ വിലകളെ. സത്യം. ശ്രീ, ഇത് എവിടെ വെക്കണം? ചേട്ടാ, അതവിടെ വെച്ചേക്കേ. ആ, തറവാട്ടിൽ പിറന്നവര് കാണിക്കുന്ന പരിപാടിയൊന്നും അറിയില്ല. എന്താ എന്തുവാടി അവൻ മാത്രം ചെയ്തോണ്ടിരിക്കുന്നത്? അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. അല്ലാതെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് വേദക്കാരി പോലെ കാണുന്നതല്ല സ്നേഹം. ഭാര്യയുടെ ആവശ്യങ്ങൾ നോക്കി നിന്നും ചെയ്തു കൊടുക്കണം. ചെയ്യട്ടെ. ഇത് പിടി. സുമേ, നീ എവിടെയാ? വാ. എന്താ എന്താ അമ്മായി? അല്ല, എന്തു പറ്റി? അയ്യോ, അതറിയില്ലേ, ആണുങ്ങളെ വീട്ടിലെ അടുക്കളയിൽ കയറിക്കൂടാ. എന്റെ അമ്മായി ചേച്ചി ഹെൽപ്പ് ചെയ്യാനിട്ടല്ല, സനു തനിയെ കേറിയതാ. ഞങ്ങൾ ഞാൻ ഒരുമിച്ച് കുക്ക് ചെയ്ത ശീലം. മോളെ, നിന്നെ ഇതൊന്നും ആരും പഠിപ്പിച്ചില്ലേ? ആണുങ്ങൾ ജോലിക്ക് പോയി വീട്ടുകാര്യങ്ങൾ നോക്കും. അവരുടെ കാര്യങ്ങൾ നോക്കാനാണ് നമ്മൾ ഭാര്യമാരുള്ളത്. മനസ്സിലായോ? സനു, ഇത് കേട്ടോ? അമ്മായി ഇത് 7 നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്. മോള് ഭർത്താവിന്റെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. അയ്യോ, എന്റെ പൊന്നമ്മായി, ഈ വീട്ടുപണി എന്ന് പറയണതേ അത് ആണുങ്ങൾക്കും കൂടെ ഉള്ളത് തന്നെയാണ്. ഈ മെയിൽ ഷെഫ് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എല്ലാവരും കൈയടിക്കൂലേ? ആ സമയം വീട്ടിൽ വരുമ്പോഴാ സ്ഥിതി നേരെ പറയും. ആണുങ്ങൾക്ക് വീട്ടിലെ അടുക്കള പറഞ്ഞിട്ടില്ല എന്നാ പറച്ചില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഈ ലോകത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പണി ഏതാണെന്ന് അറിയാം? സ്ത്രീകളുടെ വീട്ടുപണി. അവർക്കാരും മെഡൽ കൊടുക്കാനൊന്നുമില്ല, അവരിനി എന്ത് ചെയ്തിരുന്നാൽ പോലും. ഇനിയിപ്പൊ കല്യാണം കഴിച്ചോണ്ട് വരുന്നത് ഇങ്ങനെ ചിന്താഗതിയുള്ള ഒരു വീട്ടിലോട്ടാണെങ്കിൽ എന്റെ ജീവിതമേ പോയി. കാലത്തിന്റെ ഓരോ പോക്കേ. ഇവിടെ മാറിയേ കൂട്ടു. അവരെങ്ങനെയൊക്കെ പറയും, നിങ്ങൾ ചെയ്തോ? എന്താ? ഇവരെന്തോന്നല്ലേ കാണിക്കുന്നത്? ഈ പ്രഹസനമൊക്കെ കണ്ട് നാട്ടുകാർ വല്ലതും പറയത്തില്ലേ? നാട്ടുകാരെന്ത് പറയാം?
അവ അവന്റെ ഭാര്യക്കല്ലേ കൊടുക്കുന്നേ. ജസ്റ്റ് വീട്ടിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ, ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ അമ്മയും കൂടെ കുറെ ഉണക്കാനും പൊടിക്കാനും ഒക്കെ കൊണ്ടുവന്നല്ലോ. അവനും അവളും കൂടെ എന്നെ സഹായിച്ചത്. സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അങ്ങനെയാ. അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ ഇരിക്കും. ഹലോ. ആ ഇല്ലടാ, ഞാൻ വീട്ടിൽ കുറച്ച് തിരക്കിലായിരുന്നു. ശ്രീ, അയൺ ബോക്സ് ഉണ്ടോ? എൻ്റെയും ഗൗരിയുടെയും തുണിയൊന്ന് തേക്കാൻ വേണ്ടിയിട്ടാണ്. എടാ നിനക്ക് നാണമില്ലടാ നിന്റെ ഭാര്യ ഇങ്ങനെ സേവിച്ചു പോകും. നീ ആ അയൺ ബോക്സ് അവളെടുത്തെല്ലാം ചെയ്യും. ശ്രീ ഇപ്പം എന്നോട് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം. ശ്രീ ഭാര്യയെ മനസ്സിലൊരു അടിമയെ പോലെയാണ് കരുതി വെച്ചിരിക്കുന്നത്. എടോ, നമ്മുടെ അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനും എല്ലാം നമ്മളെ സ്നേഹിക്കും. പക്ഷെ അതൊക്കെ നമ്മളൊരു മോൻ കൂടെപ്പിറപ്പ് എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമാണ്. ഞാനൊന്ന് ആലോചിച്ച് നോക്കി, മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന് തികച്ചും സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാളെ സ്നേഹിച്ച് അയാളുടെ കൂടെ നിന്ന് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കി അത് പങ്കിടുന്നതിനല്ലേ സ്നേഹമെന്ന് പറയുന്നത്. എടോ, നമ്മുടെ ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ കുട്ടികൾക്ക് ജന്മം നൽകുന്നില്ലേ? അതിൽ തന്നെ അവരുടെ പകുതിയോളം ജീവിതം പോകുന്നില്ലേ? എന്നിട്ടും അവർ വേദന സഹിച്ച് പ്രസവിച്ച് കുട്ടികളെ നോക്കുന്നതിനിടയിൽ നമ്മളെ അവർ നോക്കുന്നില്ല. അത്രയൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. ടു ബി ഫ്രാങ്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ ഒരു കുറച്ചിലും ഞാൻ വിചാരിക്കില്ല. ഭർത്താക്കന്മാർ മാത്രമാണ് ലോകമെന്ന് പറഞ്ഞ് നടക്കുന്ന ഭാര്യമാരെ ഒരിക്കലും വേദനിപ്പിക്കാനോ നാണം കെടുത്താനോ പാടില്ല. കാരണം അവർക്ക് നേടാനോ പോകാനോ കാര്യങ്ങളില്ലാഞ്ഞിട്ടല്ല. അവരങ്ങനെ പോകാതിരിക്കണമെങ്കിൽ അവർക്ക് സ്നേഹം ഉണ്ടാഞ്ഞിട്ടല്ലേ. ഈ അമ്മയുടെ വാക്കും കേട്ട് ഈ ആണിൻ്റെ പവർ കാണിക്കാതെ താൻ സുമയൊന്ന് സ്നേഹിക്കാൻ ശ്രമിക്കടോ. എടോ, താൻ മരിക്കാൻ കിടക്കുമ്പോഴേ അവസാന കപ്പ് വെള്ളം ചിലപ്പോൾ സുമയ്ക്കേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സുമയിൽ തനിക്ക് ജനിക്കുന്ന കുട്ടിയാണ്. ഈ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിക്കാതെ ഓരോ മൊമെൻറ്റ്സും സ്പെഷ്യലാക്കാൻ നോക്കും. അതിന്ന് പല കുടുംബത്തിലും ഇല്ലാത്തതുകൊണ്ടാണ് അവിഹിതവും കുട്ടികളെ ഉപേക്ഷിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. താനൊന്ന് മാറി ചിന്തിച്ചു നോക്കടോ. അയ്യോ, അയൺ ബോക്സ് എടുക്കാൻ വന്ന ഞാനാ. അത് ആ മേശയ്ക്കകത്തിരിപ്പുണ്ട്. സുമ, എന്താ ഏട്ടാ അടുക്കളക്കകത്തോട്ട്? നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ?